കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഹലോ, അസ്സലാമലൈക്കും. ഇല്ല. വലൈക്കും അസ്സലാം. ഉണ്ട്, പറഞ്ഞോളൂ. അതെങ്ങനെയാ? പറഞ്ഞോളൂ. ആരാണ്? കണ്ണൂർ സഹീർ. സഹീർ, കണ്ണൂർ. പറഞ്ഞോളൂ. എന്താ വിളിച്ചത്? മുമ്പ് വിളിച്ചിരുന്നു. ശരി. എന്നിട്ട് എന്താ ഇന്ന് വിളിക്കാനുള്ള കാരണം? കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് കാര്യം. പറഞ്ഞോളൂ, ക്ലിയർ ചെയ്തോളൂ. അസ്സലാമലൈക്കും പറഞ്ഞാല് വലൈക്കും അസ്സലാം എന്ന് പറയണ്ടേ? പറഞ്ഞല്ലോ. പറഞ്ഞോ. കേട്ടില്ലേ? ഞാൻ സലാം പറഞ്ഞില്ലല്ലോ. സലാം ഞാനും ഉണ്ടെന്നാണല്ലോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എനിക്ക് പറയാലോ. നിങ്ങൾ അനുഭവം വേണോ? ഇല്ലില്ല. അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ മാത്രമാണ് വലൈക്കും അസ്സലാം കാര്യം പറയൂ സുഹൃത്തെ. ഉത്തരം മുട്ടിയാൽ അപ്പോൾ നിങ്ങൾ ഈ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്? കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശം? ഏത് ട്രാക്ക്? മുസ്ലിം വിരോധം. ഇസ്ലാം വിരോധം. എങ്ങനെ? സെയിം ട്രാക്ക്. ഇസ്ലാം വിരോധം. ഇസ്ലാം വിരോധം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല ഈ കണ്ടിന്യൂ ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? കാരണം ഞാൻ മുസ്ലിം വിശ്വാസിയാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? വേണം? നിങ്ങള് മുസ്ലിം വിശ്വാസി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കണം നിർത്തണോ? അല്ല, നിങ്ങള് ഇസ്ലാം വിമർശനം തുടങ്ങിയ എപ്പോഴാണെന്നോ? കൃത്യമായ സമയം വേണോ? കൃത്യമായ സമയം വേണ്ട. ഏകദേശം ഒരു പ്ലാനിങ് എന്തുകൊണ്ടാണെന്നും എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ തവണ പറഞ്ഞല്ലേ, നിങ്ങൾ ഇപ്പൊ വിളിച്ച കാര്യം പറയൂ. ഇത് പറഞ്ഞിട്ടില്ല. പേപ്പട്ടി മതമായതുകൊണ്ട്, ഇസ്ലാം പേപ്പട്ടി മതമായതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും പേപ്പട്ടി മതം മാത്രം പറയല്ല. കാരണം കഴിഞ്ഞ എന്റെ 2 വീഡിയോന് ഒരാള് വ്യക്തമായിട്ടൊരു കമന്റ് പറഞ്ഞിരുന്നു. എന്താണ്? സ്പൈ എന്ന് വിളിച്ചിട്ടാണ് ആള് സംസാരിച്ചത്. അതായത് നമ്മൾ കോഴിക്കോട് വിളിക്കുന്ന ആളോടുള്ള ആ ഒരു റെസ്പെക്ട് സംസാരിച്ച അയാൾ പറയാൻ ഞാൻ മാനിയായിട്ടല്ലേ പറയണേ. വിളിച്ച കാര്യം പറയൂ. അയാൾ പറയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. അതെ. അപ്പൊ അത് അനുവദിക്കണം. കാരണം പ്രേക്ഷകരുടെ ഒരു നിങ്ങൾ വെറുതെ നമ്മൾ വിളിച്ചതിനെ വെറുതെ അത് ഇത് എന്നൊക്കെ പറഞ്ഞു, പിന്നെ സലാം പറഞ്ഞില്ല, ഇതൊക്കെ പറഞ്ഞു ഒരു സമയം കളയാതെ നേരെ കാര്യത്തിലേക്ക് വരൂ. അല്ല, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളല്ലേ വിളിച്ചിട്ട് വെറുതെ ഈ കൊസറാക്കുള്ള വർത്താനം പറയണത് നിങ്ങളല്ലേ, ഞാനാണോ? സലാം പറഞ്ഞാലേ മടക്കാൻ പറ്റുള്ളൂ. ഇസ്ലാമില് അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് സലാം ഇല്ല എന്ന് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്താ? അസ്സലാമലൈക്കും ഇല്ലാതല്ലോ. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഈ അമുസ്ലിങ്ങളോടുള്ള വിരോധം നിങ്ങളവിടെ കാണിക്കല്ലേ ചെയ്യുന്നത്? അതാ പറയണേ. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ആരും ആയിക്കോട്ടെ, അയാളെ അഭിസംബോധന ചെയ്യാൻ ഒന്നുമില്ല എന്നല്ലേ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ വിരോധമല്ലേ അവിടെ പുറത്തേക്ക് വരുന്നത്? അല്ല, അത് നിങ്ങളെ വിരോധം അറിയേണ്ട ഒരു പ്ലാനിങ് ആണ്. നിങ്ങൾക്കല്ലേ വിരോധം? എനിക്കാണോ? പ്ലാനിങ് ആണ്. ആർക്കാ വിരോധം ഉണ്ടായത്? നിങ്ങൾക്കാണോ എനിക്കാണോ? ഞാൻ അങ്ങനെ ഒരു മറ്റുള്ള ഒരു മതത്തെ പറ്റി ഇന്ന് വരെ എന്നാ നിങ്ങൾ എന്നെ വിളിച്ച സ്ഥിതിക്ക് എന്നെ ഒന്ന് അഭിസംബോധന ചെയ്യും, ഒന്ന് കാണട്ടെ. എന്താ പറയണ്ടേ? എന്താ പറയും? നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാ പറയൂ. നമസ്കാരം എന്ന് പറയാം. അങ്ങനെയല്ല തുടങ്ങേണ്ടത്. പകരം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിരോധം പുറത്തേക്ക് ചാടുകയാണ്. ഇതാണ് പേപ്പട്ടി മതത്തിന്റെ കുഴപ്പം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അമുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾക്കൊരു സാധനം പറയാനില്ല. ഇതല്ലേ പ്രശ്നം? എന്റെ കുഴപ്പമാവുക. നിങ്ങൾ സാധാരണ വ്യക്തിയാണോ ഭായി? ഞാൻ എന്താ അസാധാരണ വ്യക്തിയാണോ? ഈ പേപ്പട്ടി മതം എന്ന് പറയുന്ന അതിൽ തന്നെ നിങ്ങളെ കംപ്ലീറ്റ് വിദ്വേഷം ഇല്ലേ? നിങ്ങൾ കാണിച്ചത് അതല്ലേ, പേപ്പട്ടി മതത്തല്ലേ കാണിച്ചത്? ഒരു അമുസ്ലിമിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമസ്കാരം എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ് എന്തുവേണേലും പറയാലോ. ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? സലാം ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? സലാം ഇല്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ 2 തവണ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പറയുന്നത്. അതെ, സലാം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ മുസ്ലിം വിരോധിയാണ്. മുസ്ലിം വിരോധിയോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു? പഠിപ്പിച്ച എന്റെ സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ്. സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അല്ല, അത് ഇസ്ലാമിലെ അധ്യാപനമാണ്. മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അധ്യാപനം. അത് നിങ്ങൾക്ക് അറിയോ? ഇസ്ലാമിൽ പറയുന്ന കംപ്ലീറ്റ് പുറത്ത് ഇസ്ലാമിൽ അമുസ്ലിങ്ങളോട് സലാം പറയരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയോ? കറക്റ്റ് ആണല്ലോ. എന്ത് എങ്ങനെ? മുസ്ലിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പൊ അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല. പറയണത് അങ്ങനെ ഒരു ചര്യ നമ്മൾ പഠിപ്പിക്കുന്നില്ല. പറയരുത് എന്നല്ലേ പഠിപ്പിക്കുന്നത്? പറയരുത് എന്ന് പഠിപ്പിക്കുന്നില്ല, പറയാനും പഠിപ്പിക്കുന്നു. പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. അതൊരു സോഷ്യൽ മൈൻഡിൽ നമ്മുടെ പറയരുത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇല്ല, അങ്ങനെ പറയുന്നത്. എന്നാ നമ്മൾ ഹദീസ് എടുക്കുന്നു. ഹദീസ് എടുക്കുന്നു. നിങ്ങൾ ഹദീസ് എടുത്തിട്ട് നമ്മൾ പോണുള്ളൂ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഓടിയാലോ?
നമ്മൾ ഹദീസ് എടുത്തിട്ട് പോവാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സലാം ടു നോൺ മുസ്ലിംസ്. സലാം ടു നോൺ മുസ്ലിംസ്. എടുക്കുന്നു. നിങ്ങൾക്ക് സമയം തന്നിട്ടേ പോകുള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞത് ഇസ്ലാമിൽ ഇല്ല എന്ന്. അതൊന്നും പറഞ്ഞില്ല. അതൊന്നും കാര്യമില്ല. നിങ്ങൾ 2 തവണ വിചാരിച്ചിട്ട് നടക്കാത്ത മൂന്നാമത്തിൽ നടത്താൻ പോണത്. ശരി, നിങ്ങൾ 30,000 തവണ വിളിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ 30,000 തവണ വിളിച്ചത് ഞാൻ ഇവിടെ കോടീശ്വരനാവും. അതാണ് ഉണ്ടാവാൻ പോണത്. അതാ പറഞ്ഞത്. നിങ്ങള് 30,000 തവണ വിളിച്ചാൽ ഞാനിവിടെ കോടീശ്വരനാവും. ഒട്ടകമൂത്രം കുടിപ്പിക്കൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഹദീസ് കണ്ടിട്ടില്ല എന്നല്ലോ. നമുക്ക് ഹദീസ് കാണാം. അതൊക്കെ പറഞ്ഞു വിഷയമല്ല. ഒരു മിനിറ്റ് ഇതൊന്ന് കണ്ടോട്ടെ. ഇതിൽ ഉസ്താദ് തന്നെ നിങ്ങൾക്ക് പറയിപ്പിച്ചു തരും. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ഹോൾഡ് ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ്. ഉസ്താദ് പറയണ എടുക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും നിങ്ങൾ എടുക്കണ്ടല്ലോ എന്നല്ല, നമുക്ക് ഇസ്ലാമിലുള്ള കാര്യം നമ്മൾ പറയും. അത് നിങ്ങൾ എടുക്കാതിരിക്കാൻ എന്റെ വിഷയമല്ല, നിങ്ങളുടെ സൗകര്യം. പക്ഷെ ഇസ്ലാമിലുള്ള കാര്യം നമ്മൾ പറയും. അത് നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾ എടുക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്തോ. ഓക്കെ, അത് ഇസ്ലാമിൽ ഇല്ലാതെ മാത്രം ഇങ്ങോട്ട് പറഞ്ഞേക്കരുത്. അത്ര എനിക്ക് പറയാം. നിങ്ങളെ പഠിക്കാത്ത പലതും ഉണ്ട് എന്റെ പൊന്നു പോയ. നിങ്ങൾ പഠിക്കാത്തത് ഇപ്പൊ എനിക്ക് അളക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഉസ്താദ് പറയുന്നു. വെയിറ്റ്. ഓക്കെ, സ്ക്രീനിൽ നോക്കൂ. ചോദ്യം. From the US? Assalamu alaikum wa rahmatullahi wa barakatuh. I want to know, are we allowed to greet non-Muslims like before they greet us? Okay, so greeting in Islam usually refers to Assalamu alaikum. This is the greeting in Islam. അതായത് അമുസ്ലിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അതിന് ഉസ്താദ് പറയുന്ന ഉത്തരം കേൾക്കുക. ഓക്കെ, to begin a non-Muslim with Assalamu alaikum is totally prohibited. കേട്ടല്ലോ? Totally, full stop. And if there was a Muslim and a Christian in the same place, I would say Assalamu alaikum, intending the Muslim, not the kafir. Yes. But greeting in other forms. So I go to the company, my company, I go to the office and I see my subordinate, my colleague, my supervisor, and I say, hey, good morning, what's cooking? Good looking? No problem. This is a permissible greeting. Good morning, how are you? Hi, good day. No problem. The haram thing to initiate is saying Assalamu alaikum. And കേട്ടല്ലോ? എന്താ ഉസ്താദ് എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ ഉസ്താദ്. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉസ്താദ് എന്താ പറഞ്ഞു? ഇസ്ലാമിൽ അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ ഇല്ലേ? അത് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല, അതിനെപ്പറ്റി പറയുന്നത് പഠിപ്പിക്കുന്നില്ല. അതല്ല ഇപ്പൊ ഉസ്താദ് എന്താ ഇവിടെ പറഞ്ഞത്? പ്രൊഹിബിറ്റഡ് ആണെന്ന് ഉസ്താദ് എവിടുന്നാ പറഞ്ഞത്? അത് ഉസ്താദല്ല, അത് യൂറോപ്യൻസിലെ ഏതൊരു യൂറോപ്യൻസിൽ ഉസ്താദോ? അപ്പൊ എന്താ ഈ മലയാളത്തിൽ പറയുന്നവർ മാത്രമേ ഉസ്താദാവുള്ളൂ? അല്ല, അങ്ങനെയല്ല. അതായത് യൂറോപ്യൻസിൽ ഇംഗ്ലീഷിൽ പറയുന്നവരൊന്നും ഉസ്താദാവില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മാത്രമേ ഉസ്താദാവുള്ളൂ. എന്റെ പൊന്നു കോയ, നിങ്ങൾ അവിടെ ഊമ്പിയിരിക്കുകയാണ്. ഓക്കെ, ഈ മാതിരി സാധനം കൊണ്ട് കളയൂ. ഇസ്ലാം പറയുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾ കേക്ക് മര്യാദയ്ക്ക് പഠിപ്പിക്കുന്ന എന്താന്ന് ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അമുസ്ലിമിനോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല, അത് ഹറാമാണ്. ഓക്കെ, അത് ഹറാമാണ്. അതങ്ങോട്ട് പഠിക്കുക, അതാ വേണ്ടത്. വെറുതെ വന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ നിൽക്കരുത്. ഓക്കെ, അതന്നെ പറയണത്. നിങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ നിൽക്കരുത്, നിങ്ങൾ പോയി പഠിക്കുക. ഇസ്ലാമിൽ സലാം പറയുന്നത് ഹറാമാണ്. ഈ ഹറാമാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്റെ അടുത്ത് സലാം ഇല്ല എന്നെടുത്ത് പറഞ്ഞത്. അവിടെ പുറത്തു വന്ന എന്താണ്? നിങ്ങളുടെ ഈ പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത്. പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത്, മനസ്സിലായോ? ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. പിടി കിട്ടിയോ പൊന്നുകോയ? നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഇസ്ലാം പൊളിഞ്ഞില്ലേ? ഇത്രയുള്ള ഇസ്ലാം. ഇനി പോട്ടെ ഇസ്ലാം ഈ പറയുന്ന സലാമിന്റെ അർത്ഥം എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ നിങ്ങൾ വലിയ വീമ്പ് പറയാറ്. അപ്പൊ നിങ്ങൾക്ക് ഈ അറബിയിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന സാധനം കാഫിറിനോട് പറയാൻ പാടില്ല എന്ന് പറയുമ്പോ, അപ്പൊ കാഫിറിന് സമാധാനം ഉണ്ടാകരുത് എന്നല്ലേ ഈ പറയുന്നത്?
സമാധാനമായിട്ടെന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പോയി പഠിക്കൂ. നിങ്ങൾ ഇനി 30 50,000 അല്ല 72,000 തവണ വിളിച്ചാലും ശരി, ഇസ്ലാം പൊളിയും. നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പൊളിയല്ലേ ചെയ്തത്? ഇതല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറ. അല്ല, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് അസ്സലാമു അലൈക്കും പറ, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. സമാധാനമായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ എന്നാ. നിങ്ങൾക്ക് സലാമിന്റെ അർത്ഥം എന്താ? സലാമിന്റെ അർത്ഥം എന്താന്ന് പറ. സന്തോഷമായിട്ട് സമാധാനം ഇരിക്കട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പറഞ്ഞാൽ തിരിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് പറയൂ. അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടാ, കുറച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം പറ. പന്നിവെള്ളം കുടിച്ചിട്ട് വാ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയാ. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണമാണോ സലാം? സംരക്ഷണം അള്ളാഹുവിന്റെ സലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സലാം പറഞ്ഞാൽ അതന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ എന്നതിന്റെ അർത്ഥം. സലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സലാം എന്ന് പറഞ്ഞാൽ സലാം നമ്മളൊരു നമ്മൾ പറയുന്നില്ല. സലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയൂ. സലാം എന്ന് പറഞ്ഞാലും നമ്മളൊരു അഭിസംബോധന എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം പറയാൻ. പറഞ്ഞോ, അർത്ഥം പറയും. സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്നല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറയാം. അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾ. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സലാം എന്ന വാക്ക് അങ്ങനെ സംഭവമില്ല. സലാം എന്ന് പറഞ്ഞ വാക്കില്ല. സലാം എന്ന വാക്കുണ്ട്, പക്ഷെ അതിൽ ഇസ്ലാമിൽ അങ്ങനെ സലാം എന്ന് സംഭവമില്ല. എങ്ങനെ? സലാമുണ്ടോ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അർത്ഥം എന്താന്ന് പറയൂ. അസ്സലാമു അലൈക്കും അതിന്റെ അർത്ഥം പറഞ്ഞില്ല ഇപ്പൊ ഞാൻ. എന്താണ് സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? പറയ്, എന്താന്ന് പറയും. നിങ്ങളല്ലേ ഇതൊക്കെ പഠിച്ച് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. പറയ്, സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയൂ. സലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഇപ്പോ ഒരാളെ നമ്മള് ക്ഷയിക്കാൻ ചെയ്യുമ്പോൾ പറയുന്നില്ലേ. സലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. സലാം എന്ന് പറഞ്ഞാൽ അതായത് നമ്മള് ഒരു താങ്ക്സ് എന്നൊക്കെ പറയുന്നത്. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. പറഞ്ഞോളൂ, എനിക്ക് വ്യക്തമായിട്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ എന്താണ്? ആ വാക്കുകളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്താണ്. അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക്. ഇതിലെവിടെ അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. എവിടെയാണ്? എന്താണ് അസ്സലാം എന്ന് പറയുമ്പോ സലാം? ആ സലാമിന്റെ അർത്ഥം പറയൂ. സലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പറയും. നിങ്ങളെല്ലാം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേ. പറഞ്ഞു തരൂ, എനിക്ക് പഠിപ്പിച്ചു തരൂ. സലാം എന്ന് പറയുന്നതിന്റെ വാക്ക് കറക്റ്റ് അർത്ഥം എന്താന്ന് പറയൂ. നിങ്ങൾ സലാമിന്റെ പറയും. നിങ്ങൾ പറഞ്ഞ എന്നെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, പറഞ്ഞു തരൂ. അല്ല, നിങ്ങൾ പഠിപ്പിക്കാൻ അല്ല, ഞാൻ ചോദിക്കാൻ വന്നാണ് എന്ന് കരുതിക്കോളൂ. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്ക് പഠിപ്പിച്ചു തരണം. എന്നാ ഞാനിപ്പോ ഇവിടെ കലിമയല്ലും. സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. സലാം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. സലാം എന്നുള്ളൊരു വാക്കില്ല. സലാം എന്ന് പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞ വാക്കില്ല. സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അസ്സലാമു അലൈക്കും സലാം എന്ന് പറഞ്ഞ വാക്കില്ലേ. സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സലാം ചൊല്ലി നമ്മൾ പറയുന്നില്ല. സലാം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താന്ന് പറയും. അതിന് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക്. എന്താണ് കൺഫ്യൂഷൻ? എന്താ ഇവിടെ കൺഫ്യൂഷൻ? ഞാൻ പറഞ്ഞല്ലോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അള്ളാഹുവിന്റെ, അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നാണ് സലാം എന്ന് പറഞ്ഞാൽ അർത്ഥം. അതന്നെയാണ് അള്ളാഹുവിന്റെ നാമം. അള്ളാഹുവിന്റെ നാമം എവിടെ? സലാം എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. സലാം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താന്ന് പറയൂ. ഞാൻ ഇനി ചോദിക്കാണ്. ഇത് പഠിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ ഇന്ന് ഇവിടുന്ന്. ഖുർആനിലൊരു വാക്കാണ് അത്. അതെ, ഒരു സലാം എന്ന് പറഞ്ഞാൽ സലാം. അതെ, ആ വാക്കിനൊരു അർത്ഥം ഉണ്ടാവില്ല, അത് പറയൂ. ഇസ്ലാമിൽപ്പെട്ട ഒരു സംഭവം തന്നെ. ഇസ്ലാം എങ്ങനെ? ഇസ്ലാം എന്നൊരു വേർഡ്സ് ആണ്. സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം പറയൂ. അത് പറഞ്ഞിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകണുള്ളൂ. പറഞ്ഞോളൂ, നിങ്ങൾ പറയൂ, മീനിങ് പറയൂ. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. റേഞ്ചിന്റെ ചെറിയ പ്രശ്നം. റേഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ശരിക്ക് കേൾക്കാം. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ഉടായ്പൊക്കെ കയ്യിലിരിക്കട്ടെ. ഉടായ്പിന്റെ ആവശ്യം. എന്നാ കറക്റ്റ് ഉത്തരം പറ. എന്താണ് സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം പറയൂ. നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി? പറയ്, സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. പറഞ്ഞ എന്താ സലാമിന്റെ അർത്ഥം പറയൂ. നിങ്ങളിപ്പോ തിരിച്ചു പറഞ്ഞതിന്റെ ഇത് പറയരുതോ? നിങ്ങൾ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയ്. ഹലോ, സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. മോനെ ഷഹീറെ കോയെ പറയൂ, സലാമിന്റെ അർത്ഥം എന്താന്ന് പറയൂ. ഒരു മിനിറ്റ് വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തപ്പിട, ഗൂഗിളിൽ തപ്പു, എന്നിട്ട് പറയൂ. തപ്പേണ്ട ആവശ്യം എനിക്കില്ല. എന്നാ പിന്നെ എവിടെ വെച്ചാ ആരോടെ വെച്ചാൽ ചോദിച്ചിട്ട് പറയും. ലൈഫ് ലൈൻ വേണോ?
ഇസ്ലാമിക ഒരു ഇതില് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതെ, ആ സലാമിന് ഒരു അർത്ഥം ഉണ്ടാവില്ല, അത് പറയൂ. അതെനിക്കറിയില്ല, നിങ്ങൾ പറ. സലാമിന്റെ അർത്ഥം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് പോയാൽ മതി. നിങ്ങൾ എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളല്ലേ, എന്നെ 30,000 തവണ വിളിക്കുന്ന പറഞ്ഞ ആളല്ലേ. ഈ വാക്കിന്റെ അർത്ഥം പറയൂ. നിങ്ങൾ എന്നോട് സലാമു അലൈക്കും എന്ന് പറയാതിരുന്ന ആളല്ലേ, നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ അർത്ഥം പറയും? ഞാൻ പറഞ്ഞല്ലോ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയൂ. അപ്പൊ നിങ്ങൾ എന്താ തിരിച്ച് പറയാത്തത്? സലാം എന്ന വാക്കിന്റെ അർത്ഥം പറ, അത് ബാക്കി. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. ഈ ഒന്നിന്റെ മുകളിൽ മാത്രം അതൊക്കെ പിടിക്കുക, അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ പിന്നാലെ ഇങ്ങനെ സുബൈ ബാങ്ക് വരെ പോകാൻ പറ്റില്ല. ഇത് തീർത്തിട്ട് നമുക്ക് വേണേ അടുത്തേക്ക് പോയി, ഇല്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് പോയിക്കോ, അത്രേ പറയാനുള്ളൂ. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയാം. പറഞ്ഞല്ലോ, സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. ഇങ്ങനെയാണോ എല്ലാവരും പിടിച്ചിട്ട് ഒരു അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അർത്ഥം ഉണ്ടെങ്കിൽ പറയാം. ഹലോ, സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം. വേറൊരു ചോദ്യമുണ്ട്. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം, അല്ലാതെ ഒരു ഉടായ്പ കൂടെ നടക്കില്ല. അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് തന്നെയാണ് അർത്ഥം. എന്താണ് അർത്ഥം? മുസ്ലിം നമ്മളൊരു അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൊരു അതിലുള്ളൊരു വേർഡ്സ് ആണ്. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയോയാ. നിങ്ങളെ ഞാൻ കുറച്ച് ഒരു റഫായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഒന്നിന്റെ മുകളിൽ പിടിച്ചു. അതൊന്നും നിങ്ങളെ റഫായി സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ അതൊന്നും എടുക്കണ്ട, അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾ എന്ത് റഫ്? ഇവിടെ കോയമാര് റഫാവണ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നിങ്ങളൊക്കെ അതിൽ ഭേദമാണ്. നിങ്ങളൊന്നും ഒരു റഫേ അല്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പോക്കറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നിങ്ങൾ പഠിച്ചോണ്ടായിട്ട് തീർത്തോളി. അത് നമ്മുടെ വിഷയമല്ല. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കടന്നാണ് ഈ ഒരു മുതല്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം വേണ്ടി പറയും. അതൊന്നും എന്റെ വിഷയമല്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചോണ്ട് നമ്മൾ തീർക്കുക. സലാമിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അതന്നെയാണ് ഇതേ ഞാനിവിടെ സ്ക്രീനിൽ കാണും. ഇനിയെങ്കിലും പറയും. നിങ്ങളുടെ ഇസ്ലാമിക് സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഫോൺ സ്വിച്ച് ഓഫ് ആയി, അതുകൊണ്ട് എനിക്ക് അവിടെ കാണുന്നില്ല. നിങ്ങളുടെ ഉടായ്പ കൊള്ളാലോ. ഞാനിങ്ങനെ ഈ പച്ചക്ക് കള പറയുന്ന ആളാണ്. എന്നല്ല, ഞാൻ ഇവിടെ വായിച്ചു തരാം. നിങ്ങൾ സൗകര്യം വീഡിയോ കട്ട് ചെയ്തിട്ട് പോയി പഠിച്ചിട്ട് ഇനി അടുത്തത് വിളിച്ചാൽ മതി. ഓക്കെ, മീനിങ് ഓഫ് കേൾക്കൂ, പറയണ കേൾക്കും. ഓക്കെ, നിങ്ങൾക്കോ അറിയില്ല. ഇനി ഞാൻ പഠിപ്പിച്ചു തരുമ്പോഴെങ്കിലും പഠിച്ചിട്ട് പോവാ. ഓക്കെ, അഭിസംബോധന ചെയ്യുന്നതിനാണ്. അതൊക്കെ അവിടെ കേട്ടെ. നിങ്ങൾ ഉടായ്പൊക്കെ കൈവെക്കുക. നിങ്ങൾ ഏതായാലും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇത്ര നേരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനൊരു 25 തവണ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയണ കേൾക്കാം. ഇനി ഞാൻ പറയണ കേക്ക്. നിങ്ങൾ 25 തവണ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു, നിങ്ങൾ ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. ഇനി ഞാൻ പറയണ കേക്ക്. ഓക്കെ ഓക്കെ. മീനിങ് ഓഫ് അസ്സലാമു അലൈക്കും. സലാം ഓർ സലാം അറബിയിൽ എഴുതിയിട്ടുണ്ട്. മീനിങ് പീസ്, സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അസ്സലാമു അലൈക്കും ഇംഗ്ലീഷ് മീനിങ് പീസ് ബി അപ്പോൺ യു. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പീസ് ബി അപ്പോൺ യു എന്നേ അർത്ഥമുള്ളൂ. അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നേ ഉള്ളൂ. ഈ സാധനം അറബിയിലായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാഫിറിനോട് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. നിങ്ങൾ ആ നിയമമാണ് എന്റെ അടുത്ത് മുന്നിലെടുത്തത്. എന്ന് വെച്ചാൽ ഒരു കാഫിറിന് അല്ലെങ്കിൽ ഒരു മുർത്തദിന് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അറബി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം, പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് എന്ന്. മനസ്സിലായോ കോയ? സമാധാനം ഓരോ മനുഷ്യന്മാരും കണ്ടെത്തും. അത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള വഴി കൂടെ. സമാധാനം ആരാ ഉണ്ടാക്കണേ? നിങ്ങൾ പറയും. സമാധാനം ആരാ ഉണ്ടാക്കണേ? അത് എന്റെ സൗകര്യമാണ്. കോയ പറ, ആരാ സമാധാനം കൊടുക്കണത്? ആരാ സമാധാനം കൊടുക്കണേന്ന് പറയും. അതേ വേർഡ്സ് തിരിച്ചു വരും. നിങ്ങള് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാതെ ഇവിടെ കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യമില്ല കോയ. അപ്പൊ കോയ തീരുമാനിക്കുക ഇനി ഇവിടെ നിന്നിട്ട് മാന്യമായിട്ട് സംസാരിച്ച് ഇതിന് ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലേ? നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പൊളിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. നാണുണ്ടോ കോയ? നിങ്ങൾ ഈ പറയുന്ന ഈ മതത്തിലെ ഈ കാടൻ നിയമമല്ലേ നിങ്ങൾ ഇവിടെ എടുത്ത് പ്രയോഗിച്ചത്? ആദ്യത്തെ സെന്റൻസിൽ പ്രയോഗിച്ചതല്ലേ നിങ്ങൾക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞോടെ തന്നെ പൊളിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി കോയ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ഒരു സെന്റൻസ് പോലും നിങ്ങൾക്ക് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നില്ല. തെറി പറയാതെ നിങ്ങൾക്ക് ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. സമാധാനം ഇല്ല എന്ന് പറയേണ്ടി വരുന്നു.
നിങ്ങൾക്ക് സമാധാനമില്ല. ഇതാരാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച നിങ്ങളെ മതമാണ്, ഈ പേപ്പട്ടി മതമാണ്. ആ മതം നിങ്ങളെ പഠിപ്പിച്ചു തന്ന മുഹമ്മദ് ഇതുപോലുള്ള ഒരു സമാധാനത്തിന് തുരങ്കം വെച്ച ആളാണ്, സമാധാനം തകർത്ത ആളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഉടായ്പൊക്കെ ആയിട്ട് കോയ ചെല്ലു, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങൂ, ദിക്ർ ചൊല്ലി ഇരിക്കൂ, സുബഹി ബാങ്ക് വരെ സമയമുണ്ട്, പോയിരുന്ന് സമാധാനമായിട്ട് ഒന്ന് ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ. ഓരോ ആദ്യത്തെ സെന്റൻസിൽ ഇങ്ങനെ ഡക്ക് റൺ ഔട്ട് ആവാന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം.